നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ GD എക്സാം വരികയാണ്. അതിന് നോട്ടിഫിക്കേഷൻ 2-3 മാസത്തിനുള്ളിൽ വരികയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി അവെയർ അല്ലാത്തവർ എന്ത് ചെയ്യുക, അത് എഴുതാനുള്ളൊരു മുൻകരുതൽ എടുക്കുക. 10ാം ക്ലാസ് യോഗ്യതയിൽ വരുന്ന ഒരു എക്സാമാണ് GD എന്ന് പറയുന്നത്. മാത്രമല്ല, യൂണിഫോംഡ് ഫോഴ്സുകളിലേക്കാണ് അതിൻ്റെ റിക്രൂട്ട്മെന്റ് വരുന്നത്. വലിയ ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സാം കൂടിയാണ്. പൊതുവെ മലയാളികൾക്കിടയിൽ ഈ ഒരു പരീക്ഷ എഴുതി പോകുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് വേണം, നമുക്ക് പരിഹരിക്കണം. അപ്പം അതിന് കുറച്ച് മുൻകരുതലുകൾ വേണം. ഇപ്പോൾ തന്നെ നമ്മൾ തയ്യാറെടുപ്പ് തുടങ്ങേണ്ടിയിരിക്കുന്നു. അതിനെപ്പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ക്യാപ്ഷൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഒന്നും കാത്തിരിക്കേണ്ട. നമുക്ക് ഇപ്പോൾ തന്നെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ, എന്തൊക്കെയാണ് എന്ന് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് വാങ്ങേണ്ടത് ജാതി സർട്ടിഫിക്കറ്റ് ആണ്. അത് എല്ലാവരും വാങ്ങണോ എന്ന് ചോദിച്ചാൽ അതിന് അർഹതയുള്ള എല്ലാവരും വാങ്ങണം. അതിലാദ്യമായിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങണം. രണ്ടാമത് OBC അതർ ബാക്ക്വേർഡ് കാസ്റ്റ് ആണ്. അവർക്കും സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ക്രോസ് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾ വാങ്ങുക. അത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഡിജിറ്റലായിട്ടാണ്. ഏതെങ്കിലും അക്ഷയ സെന്ററോ മറ്റെന്തെങ്കിലും പ്ലാറ്റ്ഫോമിലോ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അന്ന് തന്നെ നിങ്ങൾ പോയി വില്ലേജ് ഓഫീസറെ കൂടി കണ്ട ശേഷം നിങ്ങൾക്ക് തഹസിൽദാറാണ് അത് ഇഷ്യൂ ചെയ്തു വരുന്നത്. അത് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ മസ്റ്റായിട്ടും വാങ്ങേണ്ടതാണ്, ജാതി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനിയും അടുത്ത വിഭാഗം എന്ന് പറയുന്നത് EWS ആണ്, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ്. അതും ഒരു ഇക്കണോമിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യുക, ഈ ഒരു ക്രൈറ്റീരിയ അകത്ത് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതും അപ്ലൈ ചെയ്യുക. അതും ഡിജിറ്റലായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് വില്ലേജ് ഓഫീസർ സർട്ടിഫൈ ചെയ്ത് തഹസിൽദാർ തന്നെയാണ് നിങ്ങൾക്ക് ഇത് തരേണ്ടത്. കാരണം ഇത് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ആയതുകൊണ്ടാണ്. എന്നാൽ PSC പോലെയുള്ള സ്റ്റേറ്റ് ലെവലിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസറിന്റെ സർട്ടിഫിക്കറ്റ് മതിയാകും. ഇത് സെൻട്രൽ ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് വേണം, ഇത് നിങ്ങൾക്ക് തഹസിൽദാർ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്നാണ് നിങ്ങൾ ഈ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കേണ്ട, അതിന് മുമ്പ് തന്നെ വാങ്ങുക. കാരണം ഈ സർട്ടിഫിക്കറ്റിന് എന്ത് തന്നെയായാലും 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ടാവും. ഇപ്പം പലർക്കും ഏജിന് ബ്രിമ്മി നിൽക്കുന്നവർക്ക് എന്ത് പറ്റും, ഒരു ഏജ് റിലാക്സേഷൻ കിട്ടാനൊക്കെ ഈ സർട്ടിഫിക്കറ്റ് സഹായിക്കും. ഒപ്പം തന്നെ സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും എല്ലാ വിഭാഗത്തിലും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാനുള്ള ഒരു അവസരം നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാത്തതുകൊണ്ട് എന്ത് പറ്റും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മസ്റ്റായിട്ടും ഇതിന് എലിജിബിലിറ്റി ഉള്ളവർ, ഇതിൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും അത് വാങ്ങി വെക്കുക. ഒരു 1-1.5 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടായാലും വാങ്ങിയാലും മതി. ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് 1 വർഷത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഈ ഡേറ്റ് വരെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം എന്നതുകൂടി ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അടുത്തത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ. PSCയിലൊക്കെ രജിസ്റ്റർ ചെയ്തവർക്ക് അറിയാം, SSCയിലും ഇപ്പോൾ ഒരു ഒറ്റത്തവണ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് രജിസ്റ്റർ ചെയ്യാത്തവരായിരിക്കും മഹാഭൂരിപക്ഷവും. ഇനിയും രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ വിട്ടേക്കുക, നിങ്ങൾക്ക് ഇനിയും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇത് ചെയ്യാത്തവരെ സംബന്ധിച്ചാണ്. ചെയ്യാത്തവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കയറിയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. അതിൽ ഈ ഫോട്ടോ സിഗ്നേച്ചർ അങ്ങനെയുള്ള പരിപാടികളൊന്നും നിലവിലില്ല. അത് വരുന്നത് പരീക്ഷാ സമയത്ത് ഓരോ നോട്ടിഫിക്കേഷനും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഡിജിറ്റൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്ന ഒരു ക്രൈറ്റീരിയ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്, നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് എടുത്ത് വെച്ച് കാണാവുന്നതാണ്. അടുത്തത് PCC എന്ന് പറഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. വളരെ കോമൺ ആയിട്ട് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ പരീക്ഷ എന്ന് പറയുന്നത് ഒരു 18 വയസ്സ് മുതൽ 25 വയസ്സിനകത്തുള്ളവരാണ് എഴുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, ഈ പ്രായത്തിലുള്ളവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒന്ന് ചാടുകയും പേരിൽ ചെറിയ കേസുകളൊക്കെ വരും. ഇങ്ങനെ ചെറിയ കേസുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്ത് പറ്റും, നിങ്ങൾക്ക് ഒരിക്കലും ക്ലിയറൻസ് കിട്ടില്ല. നിങ്ങൾ ഈ പരീക്ഷ മുഴുവൻ പാസ്സാവുകയും അവസാന ഘട്ടത്തിൽ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് റിക്രൂട്ട്മെന്റിന്റെ സമയമാകുമ്പം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ ബാർ ചെയ്ത് കളയും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു സർവീസിലും കയറാൻ പറ്റില്ല. ഇതിൽ മാത്രമല്ല, കേരള ഗവൺമെന്റ് ജോലിയിൽ പോലും, ഈവൻ ചില പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോലും നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. അങ്ങനെ ഒത്തിരി പേർക്ക് ഈ അടുത്തിടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിവതും സമരങ്ങൾ, പിക്കറ്റിങ്ങുകൾ, ആൾക്കൂട്ടം, പബ്ലിക് ഗ്യാതറിങ്ങുകളായിട്ട് ഇഷ്യൂസ് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഇവിടെ ഒന്നും പോകരുത്. അപ്പം കണ്ടു നിൽക്കുന്ന ഒരാൾ വെറുതെ പേര് പറഞ്ഞാൽ നിങ്ങൾ പോലും അറിയണമെന്നല്ല നിങ്ങളുടെ പേരിൽ നിന്നുണ്ടാകും ഒരു കേസ് വന്നു കിടക്കുകയും ഈ ഒരു സമയമാകുമ്പോൾ ഇത് പൊങ്ങി വരികയും നിങ്ങളുടെ
ജീവിതം തന്നെ മണ്ടയടച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിപ്പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ബോധപൂർവ്വം ഒരു പ്ലേസ്മെന്റ് കിട്ടുന്നവരെങ്കിലും, ഒരു ഗവൺമെന്റ് ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് കിട്ടുന്നവരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി ചാടാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ സ്വമേധയാ എടുക്കേണ്ടുന്ന ഒരു പ്രിക്കോഷനാണ്. നാലാമത്തതാണ് ശാരീരിക ക്ഷമതയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ട സമയമാണ്. കാരണം ശാരീരിക ക്ഷമത എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഈ പരീക്ഷയ്ക്ക് എന്തുണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. 2 തരത്തിലുണ്ട്, ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട്, അതിനുശേഷം ഫിസിക്കൽ മെഷർമെന്റ്സും ഉണ്ട്. അതായത് നിങ്ങൾ ഈ രണ്ടും ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടും. ഇപ്പോൾ തയ്യാറെടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ രണ്ടും നിങ്ങൾക്ക് ഉണ്ടാകും. ഹൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് നെഞ്ചുവിരിവ്, ബാക്കിയുള്ള കപ്പാസിറ്റി, ഇപ്പം ഓടാനുള്ള സ്കില്ലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് തുടങ്ങി കഴിഞ്ഞാൽ കുറേശ്ശെ ഓടി നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ പുഷപ്സ്, പുള്ളപ്സ്, പിന്നീട് ഈ ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. 10 ഐറ്റംസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഐറ്റംസ് കൂടുതൽ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്ത് പറ്റും, സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റും. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. ഇതൊരു ഫിസിക്കൽ എക്സാം ആയതുകൊണ്ട് തന്നെ റിട്ടേൺ ടെസ്റ്റിനൊപ്പം തന്നെ ഫിസിക്കലിനും എന്തുണ്ട്, സ്കോർ ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. കാരണം ഇതൊരു നല്ലൊരു കരിയർ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരു നല്ല പ്രായത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, ഒരു കരിയർ കിട്ടുന്നു എന്ന് ഓർക്കണം. 20-ാമത്തെ 22-ാമത്തെ വയസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിട്ടയർ ആവുന്ന നിങ്ങളുടെ 60-ാമത്തെ വയസ്സിലായിരിക്കും. അതായത് നിങ്ങൾ ഒരു ഫുള്ളി പാക്കേജ്ഡായിട്ട് നിങ്ങൾ മാറി എന്ന് വേണം കരുതാൻ. അപ്പം അത്രമാത്രം ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഇതിനുവേണ്ടി എഫർട്ട് ഇടുന്നു. നമ്മൾ മലയാളികൾ ഇതിനെപ്പറ്റി അവെയർ അല്ല എന്നേ ഉള്ളൂ. അടുത്തത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സുകൾ എന്ന് നമ്മൾ നോക്കണം. ഇത് പരീക്ഷ നടത്തുന്നത്, എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് നിയമനം കിട്ടും എന്നുള്ളത് നമ്മൾ നോക്കണം. അതിൽ പ്രധാനമായിട്ടും ഈ പ്രോസസ്സുകളിലേക്ക് നിയമിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് BSF, CISF, CRPF, SSB, ITBP മുതലായ യൂണിഫോംഡ് പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്കാണ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോസ്റ്റുകളിലേക്കാണ് നിയമനം നടക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ നിയമനങ്ങൾ ഏതാണ്ട് 41,000-ഓളം നിയമനങ്ങൾ കടന്നു, ഏതാണ്ട് 50,000 വരെ എത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അത് തന്നെയാണ് ഇനിയും വരുന്ന അവസരങ്ങളിൽ. ഏതാണ്ട് 25,000-ന് മുകളിൽ എന്തായാലും നിയമനങ്ങൾ, ഏതാണ്ട് 30,000-നും അടുത്ത് നിയമനങ്ങൾ ഉറപ്പായിട്ടും വരുന്ന വർഷങ്ങളിലും ഉണ്ടാവും. അപ്പോൾ എന്താണ്, അപ്പം നമുക്ക് ധാരാളം അവസരങ്ങളാണ് സെൻട്രൽ ഗവൺമെന്റിൽ നമുക്ക് ഈ ഒരു ജോലി വഴി നമുക്ക് കിട്ടുന്നതെന്ന് ഓർക്കണം. അപ്പം നമ്മൾ ഓർത്തിരിക്കുക, ഇത്രയും പോസ്റ്റുകളിലേക്ക്, അതായത് ഇത്രയും വേക്കൻസികളിലേക്ക് എന്ത് പറ്റുന്നു, നമുക്ക് റിക്രൂട്ട്മെന്റ് കിട്ടുന്നു. അതായത് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ ഓർത്തിരിക്കണം, റിട്ടേൺ എക്സാമിനേഷൻ എന്ത് ചെയ്താൽ മതി, കുറച്ച് എഫർട്ട് ഇട്ടിട്ട് ഫിസിക്കലിന് നല്ല എഫർട്ട് ഇട്ടാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്താവും, ഇത് ക്ലിയർ ആവും എന്നുള്ളതാണ്. മറ്റ് SSC പരീക്ഷകളുടെ കൂട്ടത്ര ഡിഫിക്കൽട്ടി ഇല്ല ഈ ഒരു പരീക്ഷയിൽ. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, അത് എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം. അറിഞ്ഞ ശേഷം നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. ആദ്യത്തേത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള CBT എക്സാം ആണ്. അത് റിട്ടേൺ എക്സാമിനേഷൻ ആണ്. ഇതിനെ ഓർത്തിരിക്കണം, ഇതിന് പ്രധാനമായിട്ടും 80 ചോദ്യമാണ്. 80 ചോദ്യത്തിന് 2 മാർക്ക് വെച്ച് 160 മാർക്കാണ് ഇതിന് വരുന്നതെന്ന് ഓർത്തിരിക്കണം. അതായത് 80 ചോദ്യം 160 മാർക്ക്. ഈ 80 ചോദ്യത്തിൽ 20 ചോദ്യം വീതമുള്ള 4 ഭാഗങ്ങളാണുള്ളത്. 20 ചോദ്യം വീതമുള്ള 4 ഭാഗങ്ങൾ. 20 ചോദ്യം വീതം 4 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്സ് 20 ചോദ്യം ഉണ്ടാവും, റീസണിങ് 20 ചോദ്യം ഉണ്ടാവും, ഒപ്പം ഇംഗ്ലീഷ് 20 ചോദ്യം ഉണ്ടാവും, ജനറൽ അവയർനെസ് 20 ചോദ്യം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു കോമൺ പാറ്റേണിലാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ 160 ചോദ്യമാണ് ഇതിൽ വരുന്നതെന്ന് ഓർത്തിരിക്കണം. ഇനിയും അതിനുശേഷം ഈ പരീക്ഷയ്ക്ക് ശേഷം വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. അതായത് നിങ്ങളെ കൊണ്ട് ഓടാനും ചാടാനും ഷോർട്ട് പുട്ട് എറിയാനും ഇതിനൊക്കെയുള്ള കഴിവും സ്കില്ലും ഉണ്ടോ എന്ന് അസസ് ചെയ്യുന്നതാണ് PET എന്ന് പറയുന്നത്. അടുത്തത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്, PST എന്ന് പറയും. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ എഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിലും ചില ക്രൈറ്റീരിയ, ഒരു യൂണിഫോംഡ് ഫോഴ്സസിന് വേണ്ടുന്ന ചില ഫിസിക്കൽ ക്രൈറ്റീരിയാസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. വിഷൻ, കാഴ്ചയ്ക്ക് ചിലപ്പോൾ എന്തുണ്ടാവും, പരിമിതി ഉണ്ടായിരിക്കും. നിങ്ങളുടെ മൂക്കിന് ചില ഇഷ്യൂസ് ഉണ്ടാവും, നിങ്ങളുടെ മുട്ടിന് ചില വളവുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എന്തുണ്ടാവില്ല, ചെസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ ഒരു ക്രൈറ്റീരിയയിൽ നിങ്ങൾ എന്ത് പറ്റും, നിങ്ങൾ ഔട്ടായിപ്പെടും. മാത്രമല്ല ഇപ്പോൾ SSC തെർമൽ ഇമേജിംഗ് പോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യത്തിൽ പരിമിതികളുണ്ട്. ഒരാൾക്ക് അവരുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പരിമിതികളുണ്ട്. പക്ഷെ ആദ്യത്തെ ഘട്ടത്തിൽ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ഘട്ടങ്ങളൊക്കെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പം
നമ്മൾ ആ പറഞ്ഞ ആദ്യത്തെ ഘട്ടമാണ്. അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത് ഈ ഓട്ടം ചാട്ടം മുതലായ കാര്യങ്ങളിലുള്ള ഒരു എഫിഷ്യൻസികൾ ഉണ്ടാക്കാനാണ്. ഈ പറയുന്ന പോലെ ഫിസിക്കലായിട്ടുള്ള ചില കുറവുകൾ നമുക്ക് മാറ്റുന്നതിന് പരിമിതിയുണ്ട്. അതിൽ ചെസ്റ്റ് വീരിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒപ്പം തന്നെ ഈ മുട്ടിനുള്ള ചെറിയ വളവ്, നോയ്ക്കുള്ള ചെറിയൊരു വളവ്, മുട്ടിടി എന്നൊക്കെ പറയുന്ന ചെറിയതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പ്രോപ്പർ എക്സസൈസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 6 മാസം കൊണ്ട് മാറ്റാൻ പറ്റുന്നതാണ്. വിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ദൈവം തരുന്ന മാറ്റമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വിട്ടേക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും. ഇനി അവസാനമായിട്ടുള്ളത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അതിൽ ഞാൻ ഈ പറഞ്ഞ പോലീസ് ക്ലിയറൻസ് ഉണ്ടാവും. ഒപ്പം തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് മുമ്പൊക്കെ നിങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, പ്ലേസസ്, ഇതിലൊക്കെ എന്തുണ്ടാവും? ചിലപ്പോഴുള്ള കറക്ഷൻസ് ഒക്കെ വരും. അപ്പോൾ അത് വീണ്ടും ഗുലുമാറാവും. അപ്പോൾ അതൊക്കെ മാറ്റാൻ കൂടിയുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഡോക്യുമെന്റുകളെല്ലാം ഒരേ രീതിയിലാക്കാം. ഉദാഹരണം നിങ്ങളുടെ ആധാർ, ഇലക്ഷൻ ID, നിങ്ങളുടെ SSLCയുടെ പേര്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സിലെ പേര്, ഇങ്ങനെയുള്ള ഓരോ സർട്ടിഫിക്കറ്റ്സിലും കൊടുത്തിരിക്കുന്ന ഡിഫറെൻറ്റ് നെയിംസ് ഒക്കെ എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്ത് വെക്കേണ്ടുന്ന ഒരു ടൈം കൂടിയാണ്. ഇനി ഇതിൻ്റെ സാലറി പേ സ്കെയിൽ കൂടി ജസ്റ്റ് ഒന്ന് പറയുന്നു. ഏതാണ്ട് 21,700 മുതൽ 69,100 വരെയാണ് ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിക് സാലറിയാണ്. ഇതിനൊപ്പം എന്തുകൂടി വരുമെന്ന് ഓർക്കണം? DA കൂടി വരും എന്ന് വളരെ മസ്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ചെറിയ എമൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല നിങ്ങൾക്ക് സർവീസിൽ കിട്ടുന്നത്. അപ്പം നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ കയറിയിട്ടുണ്ട്. കയറിയ പലരും, നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ കയറി 1-2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 50,000 രൂപയ്ക്ക് അടുത്ത്, 45,000-50,000 രൂപയ്ക്ക് അടുത്താണ് ശമ്പളം കിട്ടുന്നത്. അപ്പം ഒരു ലൈഫ് സെക്യൂർ ആവാനുള്ള ഒരു നല്ല മാർഗമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രത്യേകിച്ചും ഒരു 25 വയസ്സിൽ താഴെയാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? GDക്ക് വേണ്ടി മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഇത് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം തന്നെ നിങ്ങളിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങുക. എനിവേ, ബെസ്റ്റ് വിഷസ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു കേന്ദ്ര സർക്കാർ ജോലി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.